എന്താ സംഭവിച്ചത്? വിശുദ്ധീകരണം നടന്നപ്പോൾ, എന്താണ് വിശുദ്ധീകരണം? പാപവഴികളെ വേണ്ടെന്ന് വെക്കുന്ന ആ പ്രക്രിയ ഉണ്ടല്ലോ, പാപവഴികളെ വേണ്ടെന്ന് വെച്ചിട്ട് കർത്താവിൻ്റെ വഴിയെ നടക്കുന്ന ആ പ്രക്രിയയാണ് വിശുദ്ധീകരണം. വിശുദ്ധീകരണം നടന്നപ്പോൾ എന്ത് പറ്റി? ഞാൻ ഇത്തവണ റീസെൻ്റ് ആയിട്ട് കാരുണ്യ വഴിയിൽ പറഞ്ഞ കാര്യമാണ്. വിശുദ്ധീകരണം നടന്നപ്പോൾ ഇതുവരെയും ചൊരിയപ്പെട്ടിരുന്ന അനുഗ്രഹങ്ങൾ, തടസ്സപ്പെട്ട് കടന്നിരുന്ന അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങി. അതാണ് വിശുദ്ധീകരണത്തിൻ്റെ മെച്ചം. ഹൃദയവിശുദ്ധി നമ്മൾ പാലിക്കുമ്പോൾ ഉള്ള മെച്ചം അതാണ്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ തടസ്സമില്ലാതെ നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾ അറിയും. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ മാറും, നമ്മുടെ വീട് പണിയുടെ തടസ്സങ്ങൾ മാറും, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, വിസ ശരിയാകും. ഇതൊക്കെ സ്വാഭാവികമാണ്. കാരണം എന്താ? നമ്മൾ കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാറി നിന്നപ്പോൾ സ്വാഭാവികമായി അനുഗ്രഹങ്ങളുണ്ടായി. അപ്പോൾ നിങ്ങൾ